ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മരിച്ചീനി തോരനാണ്. അപ്പോൾ ആദ്യം നമുക്ക് അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇവിടെ ഒരു 250 ഗ്രാം മരിച്ചീനി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് വേണം, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 അല്ലി വെളുത്തുള്ളി, ഒരു 1/4 ടീസ്പൂൺ ജീരകം, കുറച്ച് കറിവേപ്പില, പിന്നെ അരമുറിയുടെ പകുതി തേങ്ങയും ചിരകിയെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം. പിന്നെ വെളിച്ചെണ്ണ ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വെള്ളം വേണം. ഇതുപോലെ 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ മരിച്ചീനി ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് 2 ഗ്ലാസ് വെള്ളവും ചേർത്ത് മരിച്ചീനി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് എടുത്തു വച്ചിരിക്കുന്ന ചേരുവകളൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ അരപ്പിനൊപ്പം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. കുറച്ച് നമുക്ക് പിന്നെ ചേർക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മരിച്ചീനി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വെള്ളം മാറ്റിയെടുക്കാം. വേറൊരു പാനിലേക്ക് മരിച്ചീനി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ബാക്കി വെച്ച കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇത് ഇനി ഒരു 5 മിനിറ്റ് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ അരപ്പും മരിച്ചീനിയൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മരിച്ചീനി തോരൻ തയ്യാറായിട്ടുണ്ട്. ചോറിനൊപ്പം കഴിക്കാനായിട്ട് നല്ല രുചികരമായിട്ടുള്ള ഒരു തോരനാണിത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കിയിട്ട് എന്തായാലും അഭിപ്രായം പറയണം. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ പുതിയതായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു.